ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസം. ഉപാധികളോടെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇതോടെ 3 ബലാത്സംഗ കേസിലും രാഹുലിന്റെ ജാമ്യമായി. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് നടന്നതെന്നും പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണ് ഗർഭചിത്രമെന്നും നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ രാഹുലിന് 3 കേസുകളിലും ജാമ്യം ലഭിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിലെ പരാമർശങ്ങൾ രാഹുലിന് അനുകൂലമാണ്. രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ളത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ഗർഭഛിദ്രം പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണെന്നും കോടതി നിരീക്ഷിച്ചു. ബന്ധം തകരുമ്പോൾ അത് പീഡനക്കേസായി മാറ്റുന്ന പ്രവണത ശരിയല്ല. ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി പരിഗണിച്ചില്ല. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. 16-ാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. മൊബൈൽ ഫോണും പാസ്പോർട്ടും കൈമാറണം. 3 ദിവസം രാഹുലിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാമെന്നും അറസ്റ്റ് ചെയ്താൽ വിട്ടയക്കണമെന്നും കോടതി പോലീസിന് നിർദ്ദേശം നൽകി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.